ഹെവി മഴയാണ്. അപ്പോൾ മഴ നിങ്ങളെ ലൈവായിട്ട് കാണട്ടെ. ആ സൗണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്യായിരുന്നത്. മഴ കഴിഞ്ഞു. അതായത് കൊഞ്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കൊഞ്ച് കറി വയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ആക്ച്വലി കൊഞ്ച് വാങ്ങണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ജസ്റ്റ് ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മാർക്കറ്റിൽ കൊഞ്ചിരിക്കുന്നു. കൊഞ്ച് കൊള്ളാലോ, ചുമ്മാ റേറ്റ് ഇരിക്കുന്നു. നമുക്ക് 250 ഗ്രാമിന് 70 രൂപ പറഞ്ഞുള്ളൂ. ആവശ്യം നോക്കുമ്പോൾ നല്ല ലാഭമല്ലേ. 1 കിലോയ്ക്ക് എത്ര രൂപ ആവുന്നു? 280 രൂപ. ഞാൻ 1/2 കിലോ വാങ്ങിച്ച് 140 രൂപ. 1/2 കിലോയ്ക്ക് ഇത്രയും 1/2 കിലോ കൊഞ്ച് വരുന്നത് ക്ലീൻസ് എന്താ ഇത്ര വരും. ഇത് മതി. ഞാൻ ഇടയ്ക്ക് വെച്ച് തിരക്കിയപ്പോൾ കറുകറിൽ തിരക്കിയപ്പോൾ 1100 രൂപ പറഞ്ഞു 1 കിലോ കൊഞ്ച്. ആ സെയിം സാധനം അതായത് ഇവിടെ 250 രൂപ. പക്ഷേ ഞാൻ നോക്കി നല്ല ക്വാളിറ്റി എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി സാധനം തന്നെ, ഒരു പ്രശ്നമില്ല. പുള്ളിയുടെ ഇന്ന് ഒരുപാട് സ്റ്റോക്ക്, ബൾക്ക് സ്റ്റോക്ക് പോകുന്നത്, അതാണ് ഇത്ര റേറ്റ് കുറവ്. ഒരുപാട് കൊഞ്ചുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് ഇന്നതിനെ മൊത്തം വിറ്റ് പോയി. ഈവനിങ് ആയി. അപ്പോൾ അതാണ് ഇത്ര റേറ്റ് കുറച്ച് വയ്ക്കുന്നതെന്ന് പറയും. അങ്ങനെ അതാ ഇഞ്ചി വെള്ളുള്ളി ഉള്ളിയൊക്കെ ഇട്ട് കൊഞ്ച് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളായി നാട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊഞ്ച് വെച്ചിരിക്കുന്നത് 1 കൊല്ലത്തിൽ കൂടുതലാണ്. അങ്ങനെ കൊഞ്ചും ചോറും കൂടെ, ചോറ് അപ്പുറ സൈഡ് കുക്കറി വേവുന്നുണ്ട്, കൊഞ്ച് കൂടെ സൈഡ് വേവുന്നുണ്ട്. കൊഞ്ചിൻ്റെ മണം, കൊഞ്ചൊക്കെ വെക്കുക. ലാസ്റ്റിൻ്റെ കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ഇതാക്കാമെന്ന് വിചാരിച്ചു. കൊഞ്ച് വൃത്തിയാക്കണേക്കാളും പരിപാടിയാണ് കഴിക്കുന്നത്. എന്ത് മെനക്കാടാ. എന്നാൽ കറിയൊക്കെ റെഡിയായി. അങ്ങനെ ചോറ് വിളമ്പി. ചോറ് ഉടച്ച കറിയുണ്ട്, പിന്നെ 2 കക്കിരി, പിന്നെ കൊഞ്ച് കറി. കൊഞ്ച് കറി പൊളി. കൊഞ്ച് എന്താണ് മസാലയാണ് ടേസ്റ്റ് ആ പീസിനേക്കാളും. അങ്ങനെ കൊഞ്ചൊക്കെ കഴിച്ച് തീർന്നു. ബാക്കി നാളത്തേക്ക് വെച്ചേക്കാം. ഓക്കെ, ബൈ.